ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു ചക്ക റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. കഴിഞ്ഞ ദിവസം ലുലുവിൽ പോയപ്പം അവിടെ ഫ്രോസൺ ചെയ്ത ചക്കയും കപ്പയൊക്കെ ഇരിക്കുന്നുണ്ട്. ചക്ക കണ്ടപ്പോൾ കൊതി വന്നു. നാടും വീടും എല്ലാം മിസ് ചെയ്തു. ഇതൊരു 400 ഗ്രാം ഉണ്ട്, 1/2 കിലോ അടുത്തുണ്ട്. ഇത് വേവിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഉലുവ ഫ്രൈ ചെയ്തു, കുരുമുളകും, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉണങ്ങിയ കാന്താരി മുളകും, വെളുത്തുള്ളിയും, കുറച്ച് കുഞ്ഞുള്ളിയും, പിന്നെ തേങ്ങ, അതും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നു, ഫ്രോസൺ ചെയ്ത്. പിന്നെ അതിന് വേണ്ടി ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടി എടുത്തിട്ടുണ്ട്. തേങ്ങ തന്നെ വെള്ളം കൂട്ടി അരച്ച് എടുത്തതാണ്. അതാണ് ഞങ്ങൾ തേങ്ങാപ്പാൽ ഉപയോഗിച്ചാണ് ചക്ക വേവിക്കാറ്. അതിന് വേണ്ടിയിട്ടാണ് തേങ്ങ വെള്ളം ചേർത്ത് അരച്ചെടുത്തത്. ഇത് ഒരു ശകലം പഴുത്ത് തുടങ്ങിയിട്ടുണ്ടായെന്ന് തോന്നുന്നു. ഈ ചക്കയ്ക്ക് നല്ല മണമുണ്ടായിരുന്നു, ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു. എങ്കിലും കുരുമുളക് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ ഈ ചക്കയ്ക്ക് വേണ്ട തേങ്ങാപ്പാൽ റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ കറിവേപ്പില തേങ്ങാപ്പാലും കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടി ഇപ്പം മിക്സ് ചെയ്ത് ഇതിലേക്ക് മാറ്റാണ്. ചക്ക കുക്കറിലേക്ക് ഇട്ട് പെട്ടെന്ന് വേഗം, ഒരു 10 മിനിറ്റ് മതിയായിരിക്കും ചക്ക വേഗം. 15 മിനിറ്റ് കൂടി വന്നാൽ ആ തേങ്ങാപ്പാൽ ഞാൻ ചക്കയ്ക്കകത്തോട് മിക്സ് ചെയ്തിട്ടെടുത്തിട്ട് നന്നായിട്ട് മറ്റേ തേങ്ങയും ഉള്ളിയും പച്ചമുളക്, ഉണക്കമുളക്, കാന്താരിമുളകും എല്ലാം കൂടെ അരച്ച് ഒതുക്കിയെടുത്താൽ മതി. മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്താൽ മതി. അത് ഒത്തിരി കറക്കി കഴിഞ്ഞാൽ നമുക്ക് വല്ലാതെ കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഒന്ന് കറക്കിയാൽ മതി. ആ തേങ്ങയൊക്കെ ഒന്ന് ഗ്രൈൻഡ് ആകുന്നോടം വരെ. ഉലുവ വറുത്തതാണ് ഇതിലേക്ക് ഇടുന്നത്. കുരുമുളകും ആഡ് ചെയ്തിട്ടുണ്ട്, മധുരത്തെ എല്ലാം ബാലൻസ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ചക്കയിലിട്ട് ഇളക്കി അടച്ചു വെക്കാം. ഞാൻ ഈ മിക്സിയുടെ മിക്സിയുടെ ജാറിൻ്റെ അളവിന് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാനത് കാണിക്കാൻ മറന്നുപോയതാണ്. ആ വെള്ളം, അത്രയും വെള്ളം വേണം ഇതൊന്ന് വെന്ത് വരാനായിട്ട്. 10 മിനിറ്റ് എടുക്കും. നല്ല ചക്കയാണ്, വെന്ത് നന്നായിട്ട് കുഴച്ചെടുക്കണമെങ്കിൽ ശകലം വെള്ളം കൂടിയാണ്, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. അതുകൊണ്ട് ഞാൻ ആ വെള്ളം ഒഴിക്കുന്നത് കാണിക്കാൻ മറന്നുപോയി. ഒരു ബൗള്, ആ മിക്സിയുടെ ഒരു ജാറ് വെള്ളം, ശകലം ജീരകവും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് മതി. ഇടയ്ക്ക് ഞാനൊന്ന് പാത്രം മാറ്റിയായിരുന്നു, കാരണം ഇത് ചെറുതായതുകൊണ്ട് വെന്ത് കഴിയുമ്പോൾ എനിക്ക് ഇളക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ പാത്രം മാറ്റി വേറെ പാത്രത്തിലേക്കാക്കി. അത് നന്നായിട്ട് ഇളക്കാനായിട്ട് വേണ്ടിയാണ്. അപ്പം ചക്ക വെന്ത് ഞങ്ങൾ മീൻകറി കൂട്ടിയാണ് കഴിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്